പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ അല്ലെന്ന് നമ്മളിവിടെ പറയും. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ടാപ്പ് തുറന്ന് കിടക്കുക, നമ്മളത് ക്ലോസ് ചെയ്യും. പക്ഷേ ഒരു പൊതുസ്ഥലത്ത് ഒരു ടോയ്ലറ്റോ പബ്ലിക് ടോയ്ലറ്റോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഒരു ടാപ്പ് തുറന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അപ്പോൾ നമ്മൾ പൗരുന്ന രീതി നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. കാരണം ഒരു വലിയൊരു സിസ്റ്റമാണ് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റിന്. അപ്പം ഗവൺമെൻറ് ഒരു സിസ്റ്റമാണ്. അപ്പം ഇങ്ങനൊരു സിസ്റ്റം റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പൗരബോധം എന്ന് പറയുന്ന സംഭവം വേണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാ കാര്യം പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പൗരബോധവും നമുക്ക് ഒറ്റ ദിവസം ഡെവലപ്പ് ആകത്തില്ല. അത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ആവും. അങ്ങനെ എനിക്ക് എൻ്റെ ഡെവലപ്മെൻറ്റ് കൂടുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചെയ്യാനും പറ്റില്ല, അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ നമ്മളുടെ ചുറ്റും ഒരു ലോകം ഉണ്ടെന്നും ഒരു സിസ്റ്റം ഉണ്ടെന്നും ഒരു ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നുണ്ടെന്നും, അപ്പോൾ പൊതുവായ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഒരു ഫ്ലാറ്റ്, നമ്മൾ ഫ്ലാറ്റ് താമസിക്കുമ്പോൾ അവിടെ കോമൺ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ടല്ലോ പൊതുവായ കാര്യത്തിന്. അപ്പോൾ പൊതുവായ കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പറ്റണം ഒരു പൗരൻ നിലയിൽ. അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കും പൊതുവായ കാര്യങ്ങൾ ഡെവലപ്പ് ആകും. അപ്പം നമ്മുടെ പബ്ലിക് ടോയ്ലറ്റും ക്ലീൻ ആകും, ക്ലീനായിട്ട് സൂക്ഷിച്ചിരിക്കും. അപ്പം ആ തലത്തിലുള്ള ഉയർന്ന ബോധമുള്ള പൗരന്മാരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ്. നമ്മൾ വേറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വയം മാറിയാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ മാറുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറും. അപ്പോൾ നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മറ്റുള്ളവർ ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ മാറിയ ശേഷം നമുക്ക് മനസ്സിലാവും, നമ്മുടെ ചേഞ്ചുകൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ കാര്യങ്ങളും പബ്ലിക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. കാര്യം നമ്മൾ ജീവിക്കുന്ന ഈ വീട് മാത്രം, ഞാൻ താമസിക്കുന്ന വീട് മാത്രമല്ല, വീട്ടിൽ മാത്രം എനിക്ക് താമസിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു പബ്ലിക് സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോധം എനിക്ക് എന്നിലുണ്ടാകുമ്പോൾ ഞാൻ എല്ലാം ശ്രദ്ധിച്ചു തുടങ്ങും. അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴത്തേക്കും, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഒരു പൗരൻ എന്ന രീതിയിൽ ഡെവലപ്പ് ആകും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത പൗരന്മാരുടെ അങ്ങനെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യം, അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റും ക്ലീൻ ആയിരിക്കും. അങ്ങനെ സംഭവിക്കുള്ളത്. അപ്പം ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളം തുറന്നു കിടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെട്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പൗരനായി മാറി. ചെറിയ കാര്യങ്ങളാണ് എല്ലാം, പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ ചെയ്യണം. ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായാലേ ആ കാര്യത്തിൽ നമ്മൾ ഡെവലപ്പ് ആകത്തുള്ളൂ. ഓക്കെ.